Hi friends, welcome to our channel again. നമ്മൾ ISO 17025 വേരിയസ് ക്ലോസസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 7.7 ക്ലോസ് കഴിഞ്ഞു. ഇപ്പോൾ നെക്സ്റ്റ് നമ്മുടെ 7.8 റിപ്പോർട്ടിംഗ് ഓഫ് റിസൾട്ട്സ് ആണ് ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 7.8 റിപ്പോർട്ടിംഗ് ഓഫ് റിസൾട്ട്സ്. 7.8.1 is general. 7.8.1.1 the result shall be reviewed and authorized prior to issue. അതായത് എല്ലാ റിസൾട്ടും എല്ലാ റിപ്പോർട്ടും കാലിബ്രേഷൻ സർട്ടിഫിക്കറ്റും ടെസ്റ്റ് റിപ്പോർട്ടും എന്ത് റിപ്പോർട്ടായാലും അത് റിവ്യൂ ചെയ്യണം. ഒരു ഓതറൈസ് സിഗ്നേച്ചറി അത് റിലീസ് ചെയ്യുന്നതിൻ്റെ മുന്നേ അത് ഓതറൈസ് ചെയ്യണം. ഒരു ഓതറൈസ് സിഗ്നേച്ചർ ഷുഡ് ബി ദർ. 7.8.1.2 the result shall be provided accurately, clearly, unambiguously and objectively, usually in a report, a test report or a calibration certificate or report of sampling. അതായത് അതിനൊരു ടൈറ്റിൽ ക്ലിയർ ആയിട്ട് വേണം. അത് ക്ലിയർ ആയിരിക്കണം. നമ്മുടെ റിപ്പോർട്ട് ഒരു യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. എന്താണോ കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് അതിലുണ്ടായിരിക്കണം. ഷുഡ് ബി അക്യുറേറ്റ് ആൻഡ് ക്ലിയർ റിപ്പോർട്ട്. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേര്, ഒരു ടൈറ്റിൽ കൊടുക്കാം. ടെസ്റ്റ് റിപ്പോർട്ടെന്നോ, ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നോ, കാലിബ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നോ, സാമ്പിളിംഗ് സർട്ടിഫിക്കറ്റ് എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെ ഒരു പേര് പക്ഷെ അതിന് വേണം, മസ്റ്റായിട്ട് വേണം. And shall include all information agreed with the customer and necessary for the interpretation of the result and all information required by the method used. All issued reports shall be retained as technical records. അതായത് നമ്മൾ കസ്റ്റമറോട് എന്തെല്ലാം ടെസ്റ്റ് ചെയ്യുമെന്ന് എഗ്രി ചെയ്തിട്ട് ആ റിവ്യൂ ഓഫ് റിക്വസ്റ്റ് ടെൻഡേഴ്സ് ആൻഡ് കോൺട്രാക്ട് സമയത്ത് നമ്മൾ അത് എഗ്രി ചെയ്തിട്ടുണ്ടാവും. അതനുസരിച്ചിട്ട് നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ടാവുക. അതിനനുസരിച്ച് നമുക്ക് വർക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടാവുക. അതെല്ലാം നമ്മൾ അതിൽ ചെയ്യണം. ആ ടെസ്റ്റോ ആ കാലിബ്രേഷനോ കൃത്യമായിട്ടുണ്ടായിരിക്കണം. പിന്നെ ആ റിസൾട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ടേബിളായിട്ട് തിരിച്ചിട്ടാണോ യൂണിറ്റോ എന്താണെങ്കിലും അതെല്ലാം അതിൽ കൃത്യമായിട്ടുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ്, ഇപ്പോൾ പല ടെസ്റ്റിനും പല കാലിബ്രേഷനും ഡിഫറെൻറ്റ് മെത്തേഡുകൾ ഉണ്ടായിരിക്കാം. ബേസ്ഡ് ഓൺ ISO സ്റ്റാൻഡേർഡ് ആയിരിക്കാം, നിങ്ങളൊരു ഇന്റേണൽ പ്രൊസീജിയർ ആയിരിക്കാം, ലബോറട്ടറി ഡെവലപ്ഡ് മെത്തേഡ് ആയിരിക്കാം. ഇതെന്തായാലും അത് കൃത്യമായിട്ട് അതിനൊരു ഇൻഡിക്കേഷൻ അതിൽ വേണം. അക്കോർഡിംഗ് ടു വാട്ട് മെത്തേഡ് വി ആർ പെർഫോംഡ് ദിസ് ജോബ് എന്ന്. പിന്നെ എല്ലാ റിപ്പോർട്ടിൻ്റെയും ഒരു സെറോക്സ് കോപ്പിയോ ഒരു സ്കാൻഡ് കോപ്പിയോ നമ്മൾ ടെക്നിക്കൽ റെക്കോർഡായിട്ട് സൂക്ഷിക്കണം. നമ്മുടെ കയ്യിൽ, നമ്മുടെ കബോർഡിലെ റെക്കോർഡ് ഫയലിൽ എല്ലാ റിപ്പോർട്ടിൻ്റെയും എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഒരു കോപ്പി, നമ്മൾ കസ്റ്റമർക്ക് എന്താണോ കൊടുത്തത് അതിൻ്റെ ഒരു കോപ്പി നമ്മൾ സൂക്ഷിക്കണം. ദാറ്റ്സ് എ ടെക്നിക്കൽ റെക്കോർഡ് ഫോർ us. 7.8.1.3 when agreed with the customer, the reports may be reported in a simplified way. The results may be reported in a simplified way. Any information listed in 7.8.2 to 7.8.7 that is not reported to the customer shall be readily available. നമുക്ക് വേണമെങ്കിൽ ഒരു ടെസ്റ്റ് ലാബിനോ കാലിബ്രേഷൻ ലാബിനോ ഒരു സിമ്പിൾ ലൈനിൽ വേണമെങ്കിൽ റിപ്പോർട്ട് കൊടുക്കാം കസ്റ്റമർക്ക്. കസ്റ്റമർ അങ്ങനെ മതി എന്ന് പറഞ്ഞാൽ അത്ര കൊടുക്കാനും കുഴപ്പമൊന്നുമില്ല. ഒരു കൺഫേമിറ്റി സ്റ്റേറ്റ്മെന്റ് ഓക്കെ നോട്ട് ഓക്കെ എന്ന് മാത്രമായിട്ടും റിപ്പോർട്ട് കൊടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷെ അത് കസ്റ്റമർ എഗ്രി ചെയ്തിരിക്കണം. പിന്നെ വേറൊന്ന്, നമ്മൾ അങ്ങനെ കൊടുത്താൽ പോലും നമ്മൾ ഇനി വായിക്കാൻ പോകുന്ന 7.8.2 to 7.8.7 ക്ലോസസിൽ നമ്മൾ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ റെഡിലി അവൈലബിൾ ആയിരിക്കണം. കസ്റ്റമർക്ക് അത് കൊടുത്തില്ലെങ്കിലും നമ്മുടെ കയ്യിൽ വയ്ക്കണം. ദിസ് ഈസ് നോട്ട് റിപ്പോർട്ടഡ് ടു ദി കസ്റ്റമർ ഷാൾ ബി റെഡിലി അവൈലബിൾ വിത്ത്. എപ്പോൾ ചോദിച്ചാലും കൊടുക്കാൻ പറ്റുന്നത് പോലെ ലാബിൽ അത് ഉണ്ടായിരിക്കണം. 7.8.2 കോമൺ റിക്വയർമെന്റ്സ് ഫോർ റിപ്പോർട്ട്സ്. അതായത് ഇത് നമുക്കറിയാം 70025 എന്ന് പറഞ്ഞാൽ ഒരു കാലിബ്രേഷൻ ലാബിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല. ലോകത്തുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ടെസ്റ്റിംഗ്, കാലിബ്രേഷൻ, സാമ്പിളിംഗ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയ പ്രോസസ്സാണ് അതിനുള്ളിലുള്ളത്. അപ്പോൾ കോമൺ റിക്വയർമെന്റ്, എല്ലാവരും ഫോളോ ചെയ്യേണ്ട റിക്വയർമെന്റ് ആണ് 7.8.2.1 പറയുന്നത്. ഈച്ച് റിപ്പോർട്ട് ഷാൾ ഇൻക്ലൂഡ് അറ്റ്ലീസ്റ്റ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ അൺലെസ് ദ ലബോറട്ടറി ഹാസ് വാലിഡ് റീസൺസ് ഫോർ നോട്ട് ഡൂയിങ് സോ, thereby minimizing any possibility of misunderstanding or misuse. ഈ താഴെ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ആ റിപ്പോർട്ടിൽ എന്തായാലും നമ്മുടെ ടെസ്റ്റ് റിപ്പോർട്ടോ കാലിബ്രേഷൻ റിപ്പോർട്ടോ കൊടുക്കുന്നതിൽ എന്തായിരിക്കും, എല്ലാം കൃത്യമായിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം വേണം അതിൽ എന്തുകൊണ്ട് വെച്ചില്ലെങ്കിൽ. ഉദാഹരണത്തിന് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്, അപ്പം റിപ്പോർട്ടിൽ വെക്കേണ്ട, നമുക്ക് നമ്മുടെ കയ്യിൽ പക്ഷേ അവൈലബിൾ ആയിരിക്കണം. ഈ ഒരു ടൈറ്റിൽ വേണം. ടെസ്റ്റ് റിപ്പോർട്ടെന്നോ കാലിബ്രേഷൻ സർട്ടിഫിക്കറ്റ്, റിപ്പോർട്ട് ഓഫ് സാമ്പിളിംഗ്, എന്തെങ്കിലും ഒരു ടൈറ്റിൽ അതിന് മസ്റ്റായിട്ട് വേണം.
ദ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ലബോറട്ടറി. ലാബിന്റെ പേരും അഡ്രസ്സും അത് നോർമലി ഒരു ലെറ്റർ ഹെഡിലാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്, അപ്പോൾ അത് എന്തായാലും ഉണ്ടായിരിക്കും. ദ ലൊക്കേഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് ദ ലബോറട്ടറി ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിംഗ് വെൻ പെർഫോംഡ് അറ്റ് എ കസ്റ്റമർ ഫെസിലിറ്റി ഓർ അറ്റ് സൈറ്റ് away from the laboratory's permanent facility or in associated temporary or mobile facility. നിങ്ങളുടെ ഈ ടെസ്റ്റിങ്ങോ കാലിബ്രേഷൻ നമ്മൾ എവിടെയാണ് ചെയ്തത്? ചില ലാബുകൾക്ക് മൊബൈൽ കാലിബ്രേഷൻ ലാബ് ഉണ്ടായിരിക്കാം, കുറേയൊക്കെ നമുക്ക് സൈറ്റ് കാലിബ്രേഷൻ ആയിരിക്കും, നമ്മൾ അവിടെ പോയി ചെയ്യുന്നതായിരിക്കും, കസ്റ്റമറുടെ സൈറ്റിൽ പോയിട്ടായിരിക്കും കാലിബ്രേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എവിടെ വെച്ചിട്ടാണോ ഈ കാലിബ്രേഷൻ ചെയ്തത്, ഈ ടെസ്റ്റ് ചെയ്തത്, ആ ലൊക്കേഷൻ ക്ലിയർ ആയിട്ട് ഇൻഡിക്കേറ്റഡ് ആയിരിക്കണം. Unique identification that all its components are recognized as a portion of a complete report and a clear identification of the end. ഓരോ പേജിലും ചിലപ്പോൾ 4-5 പേജുള്ള റിപ്പോർട്ടായിരിക്കാം, സർട്ടിഫിക്കറ്റ് ആയിരിക്കാം, അതിൻ്റെ ഓരോ പേജിലും ക്ലിയർ ആയിട്ട് ആ ഇൻഡിക്കേഷൻ ഉണ്ടായിരിക്കണം, അത് ഏത് റിപ്പോർട്ടിൻ്റെ ഒരു പാർട്ടാണെന്ന് മനസ്സിലാവുന്ന പോലെ. അപ്പോൾ ചില ലാബുകളെല്ലാം എല്ലാ പേജിലും റിപ്പോർട്ട് നമ്പർ ഉണ്ടായിരിക്കും, ഡേറ്റും കാലിബ്രേഷൻ ഡേറ്റും നെക്സ്റ്റ് കാലിബ്രേഷൻ ഡ്യൂ വേണമെങ്കിൽ അത് റിപ്പോർട്ട് ഇഷ്യൂ ഡേറ്റ് ഉണ്ടാവും. അതല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എല്ലാ പേജിലും ആ റിപ്പോർട്ട് നമ്പർ വെക്കാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ പേജ് നമ്പർ 105, 205, 305 എന്ന് പറഞ്ഞ ഇൻഡിക്കേഷൻ എങ്കിലും ഉണ്ടായിരിക്കണം. പിന്നെ ക്ലിയർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ എൻഡ്, ആ റിപ്പോർട്ടിന്റെ ലാസ്റ്റ് എന്താണോ, എവിടെയാണ് ലാസ്റ്റ് അത് അവസാനിക്കുന്നത്, അത് കഴിഞ്ഞ് പിന്നെയും ചിലപ്പോൾ ബ്ലാങ്ക് പേജ് ഉണ്ടായിരിക്കാം. അപ്പോൾ അവിടെ വേറെ ആരെങ്കിലും എന്തെങ്കിലും വന്ന് ടൈപ്പ് ചെയ്താൽ യു ആർ നോട്ട് ഓതറൈസ്ഡ് ഫോർ ദാറ്റ്. അപ്പോൾ നിങ്ങളുടെ ആ റിപ്പോർട്ടിന്റെ ഏറ്റവും അവസാനം എവിടെയാണ് എന്ന് മനസ്സിലാവുന്ന രീതിയിൽ ചില റിപ്പോർട്ടിലൊക്കെ ദ എൻഡ് എന്ന് എഴുതി കാണിക്കും, ചിലപ്പോൾ 3 സ്റ്റാർ ഇട്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു ലൈൻ ആയിരിക്കാം, എന്തെങ്കിലും സംതിങ് ഷുഡ് ബി ദർ. ദ നെയിം ആൻഡ് കോൺടാക്ട് ഇൻഫർമേഷൻ ഓഫ് ദ കസ്റ്റമർ, ആർക്കാണോ നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്നത് അവരുടെ പേരും അഡ്രസ്സും വേണം, കസ്റ്റമറുടെ പേരും അഡ്രസ്സും. ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ മെത്തേഡ് യൂസ്, ഏത് മെത്തേഡ്, ചിലപ്പോൾ ചില ടെസ്റ്റിങ്ങിനൊക്കെ പല മെത്തേഡുകൾ ഉണ്ടായിരിക്കാം, അപ്പോൾ ഏത് മെത്തേഡ് പ്രകാരമാണ് ഈ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ചിലപ്പോൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ഓൺ വർക്ക് പ്രൊസീജിയർ ആയിരിക്കാം, അത് നമ്മൾ അതിൽ എഴുതിയാൽ മതി. എ ഡിസ്ക്രിപ്ഷൻ, അൺആംബിഗ്വസ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് വെൻ നെസസറി ദ കണ്ടീഷൻ ഓഫ് ഐറ്റം, ആ ഐറ്റത്തിന്റെ പേരെന്താണ്, ഏത് ഐറ്റമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്, കാലിബ്രേഷൻ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് എഴുതുക. അതിൻ്റെ ഐഡന്റിഫിക്കേഷൻ, ID നമ്പർ, മാനുഫാക്ചർ നമ്പർ, മെയ്ക്ക്, ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ എഴുതണം. പിന്നെ അതിൻ്റെ കണ്ടീഷൻ ഓഫ് ഐറ്റം, നിങ്ങൾക്കത് കിട്ടുമ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ കണ്ടീഷൻ, ചിലപ്പോൾ അത് ബ്രാൻഡ് ന്യൂ ആയിരിക്കാം, അൺപാക്ഡ് ആയിരിക്കാം, ചിലപ്പോൾ അത് യൂസ്ഡ് ആയിരിക്കാം, ചിലർ ഗ്ലാസ്സിൽ നിന്ന് ബ്രോക്കൺ ഗ്ലാസ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു കേബിൾ മിസ്സിംഗ് ആയിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണോ നിങ്ങൾക്ക് ആ എക്യുപ്മെന്റ് കിട്ടിയ സമയത്ത് എന്തായിരുന്നു അതിൻ്റെ കണ്ടീഷൻ എന്നറിയുന്നതിന് ഒരു ഇൻഡിക്കേഷൻ നിങ്ങളുടെ റിപ്പോർട്ടിൽ വേണം. The date of receipt of the test or calibration item and the date of sampling where this is critical to the validity and application of the result. The date of receipt, നിങ്ങൾക്ക് എന്നാണോ ഈ ഐറ്റം നിങ്ങളുടെ ലാബിൽ കിട്ടിയിരിക്കുന്ന ആ ഡേറ്റ് അതിൽ ക്ലിയർ ആയിട്ട് വേണം. പിന്നെ സാമ്പിളിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ടെസ്റ്റിംഗ് ലാബാണെങ്കിൽ അത് സാമ്പിളിംഗ് ചെയ്തത് എപ്പോഴാണ്, ഇപ്പോൾ മണ്ണ് പരിശോധന, വെള്ള പരിശോധനയൊക്കെ ആണെങ്കിൽ എന്നാണ് ആ സാമ്പിൾ എടുത്തിരിക്കുന്നത് ആ ഡേറ്റും കൂടി നമുക്ക്, കാരണം അത് ടെസ്റ്റ് ചെയ്യുന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കാം, അപ്പോൾ ആ ഡേറ്റും അത് കൃത്യമായിട്ട് വേണം. ദ ഡേറ്റ് ഓഫ് പെർഫോമൻസ് ഓഫ് ദ ലബോറട്ടറി ആക്ടിവിറ്റി, എന്നാണോ കാലിബ്രേഷൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ദിവസങ്ങൾ ഉണ്ടായിരിക്കും, 2-3 ദിവസം ഉണ്ടായിരിക്കാം ടെസ്റ്റ് ചെയ്യാനൊക്കെ, അപ്പോൾ ആ ഡേറ്റ്സ് കൃത്യമായിട്ട് റിപ്പോർട്ടിൽ വേണം. ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ദ റിപ്പോർട്ട്, ഇപ്പോൾ നമുക്ക് ഇന്നലെ ഐറ്റം കിട്ടി, ഇന്ന് കാലിബ്രേഷൻ ചെയ്തു, നാളെ ആയിരിക്കും റിപ്പോർട്ട് അടിക്കുന്നത്, അപ്പോൾ 3 ഡേറ്റ് അതിൽ ക്ലിയർ ആയിട്ട് വേണം. ഇഷ്യൂ ഓഫ് ദ റിപ്പോർട്ടിന്റെ ഡേറ്റും ക്ലിയർ ആയിട്ട് വേണം. റെഫറൻസ് ടു ദി സാമ്പിളിംഗ് പ്ലാൻ ആൻഡ് സാമ്പിളിംഗ് മെത്തേഡ് യൂസ്ഡ് ബൈ ദ ലബോറട്ടറി ഓർ അതർ ബോഡീസ് വേർ ദീസ് ആർ റെലവെന്റ് ടു ദി വാലിഡിറ്റി ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ദ റിസൾട്ട്. റെഫറൻസ് ടു ദ സാമ്പിളിംഗ് പ്ലാൻ, പലതരം സാമ്പിളിംഗ് ഉണ്ടായിരിക്കും, നമ്മൾ ടെസ്റ്റിംഗ് ലാബുകാർക്കാണ് ആപ്ലിക്കബിൾ, ചിലപ്പോൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്നൊക്കെ പറഞ്ഞ് പല മെത്തേഡുകൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ എങ്ങനെയാണ് സാമ്പിളിംഗ് നടത്തിയത്, ആരാണ് നടത്തിയിരിക്കുന്നത്, ഇതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഉൾക്കൊള്ളിക്കണം. കാരണം അത് എവിടെ, ചിലപ്പോൾ അത് എഫക്റ്റീവ് ആണെങ്കിൽ ആ റിസൾട്ടിനെ അത് ബാധിക്കുന്ന ടൈപ്പുള്ള സാമ്പിളിംഗ് ആണ്. എ സ്റ്റേറ്റ്മെന്റ് ടു ദി എഫക്ട് ദാറ്റ് ദ റിസൾട്ട് റിലേറ്റ് ഓൺലി ടു ദി ഐറ്റം ടെസ്റ്റഡ്, കാലിബ്രേറ്റഡ് ഓർ സാമ്പിൾഡ്, ഒരു സ്റ്റേറ്റ്മെന്റ് അതിൽ വേണം. നമ്മൾ ഈ ടെസ്റ്റ് നടത്തിയത്, ഈ കാലിബ്രേഷൻ നടത്തിയത് ഈ എൻവറോൺമെന്റിൽ, ഇന്ന അഡ്രസ്സ്, ഇന്ന സ്ഥലത്ത് നടത്തിയ ടെസ്റ്റിൽ കിട്ടിയ റിസൾട്ടാണ് ഇത് എന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വേണം. ദ റിസൾട്ട്സ് വിച്ച് വെയർ അപ്രോപ്രിയേറ്റ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് കൃത്യമായിട്ട് വേണം. ഡിഗ്രി സെന്റിഗ്രേഡ്
മില്ലിമീറ്റർ ഓർ ആംബിയർ വോൾട്ടേജ് വാട്ട് എവർ ഇറ്റ് ഈസ്, ആ യൂണിറ്റ് കൃത്യമായിട്ട് റിപ്പോർട്ടിൽ വേണം ഓരോ മെഷർമെന്റിന്റെ കൂടി. അഡീഷണൽ ടു ഡീവിയേഷൻ ഓർ എക്സ്ക്ലൂഷൻ ഫ്രം ദ മെത്തേഡ്. ചിലപ്പോൾ ആ ടെസ്റ്റ് മെത്തേഡിൽ ചില പ്രത്യേക കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല, കസ്റ്റമർ റിക്വസ്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ സം അതർ ഏതെങ്കിലും റീസൺ കൊണ്ടായിരിക്കാം മെത്തേഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അതിന് ഏതെങ്കിലും ഒരു കുറച്ച് ചെയ്യാതെ വിട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് വേറെ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അത് എഴുതണം. അതിൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പെർസൺസ് ഓതറൈസിങ് ദ റിപ്പോർട്ട്. ആരാണോ സർട്ടിഫിക്കറ്റ് ഈ ടെസ്റ്റ് റിപ്പോർട്ട് ഓതറൈസ് ചെയ്യുന്നത് അവരുടെ സിഗ്നേച്ചർ, അവരുടെ ഐഡന്റിഫിക്കേഷൻ, അവരാരാണോ ചെയ്തിരിക്കുന്ന ഓതറൈസേഷൻ എന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യേണ്ടത്. ക്ലിയർ ഐഡന്റിഫിക്കേഷൻ വെൻ റിസൾട്ട്സ് ആർ ഫ്രം എക്സ്റ്റേണൽ പ്രൊവൈഡർ. ചിലപ്പോൾ ഒരു 10 ടെസ്റ്റ് ഉണ്ട്, അതിൽ 8 ടെസ്റ്റ് നമ്മൾ ചെയ്തതാണ്, 2 ടെസ്റ്റ് സം ടെമ്പററി ഇൻകാപ്പബിലിറ്റി നമ്മൾ ചെയ്തില്ല, നമ്മൾ സബ് കോൺട്രാക്ട് ചെയ്തു വിത്ത് കസ്റ്റമർ പെർമിഷൻ, അത് നമ്മൾ വേറെ വെളി വെച്ചിട്ടാണ് ചെയ്തെങ്കിൽ അത് ആ ഇൻഡിക്കേഷൻ കൃത്യമായിട്ട് വേണം, അത് എവിടെ വെച്ചിട്ട് ഏത് ലാബ് ചെയ്തതാണെന്നുള്ളത്. 7.8.2.2 The laboratory shall be responsible for all the information provided in the report except when information is provided by the customer. നമ്മളിതിൽ കൊടുക്കുന്ന ഓരോ ഇൻഫർമേഷനും ഈ റിസൾട്ടിൽ കൊടുക്കുന്ന ഡാറ്റയ്ക്കും നമ്മൾ റെസ്പോൺസിബിൾ ആണ്. എക്സെപ്റ്റ് സം ഓഫ് ദ ഡാറ്റ അത് ചിലപ്പോൾ കസ്റ്റമർ നമുക്ക് തന്നതായിരിക്കാം. ഉദാഹരണത്തിന് സാമ്പിൾ ചെയ്തത് കസ്റ്റമറാണ്, ആ സാമ്പിളാണ് നമ്മൾ കൊണ്ട് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അത് എവിടുത്തെ ടാപ്പത്തെ ഏത് വാട്ടർ ടാങ്കിലെ വെള്ളമാണ് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ സാമ്പിൾ അസ് റിസീവ്ഡ് എന്ന് ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് പ്രൊവൈഡഡ് ബൈ ദ കസ്റ്റമർ എന്ന് ക്ലിയർ ആയിട്ട് ഇൻഡിക്കേഷൻ അതിൽ വേണം. പിന്നെ വേറെ ഏതെങ്കിലും ഒരു യൂണിറ്റ് ചിലപ്പോൾ അതിന്റെ മാസോ വെയിറ്റോ ടെമ്പറേച്ചർ എന്തെങ്കിലുമൊക്കെ കസ്റ്റമർ തന്നതായിരിക്കാം, നമുക്കറിയില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് എഴുതുക, ഈ ഡാറ്റ തന്നത് കസ്റ്റമറാണ്, ഇതുകൊണ്ട് റിസൾട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ റെസ്പോൺസിബിൾ അല്ല, വി ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അങ്ങനത്തെ ഒരു ഡിസ്ക്ലൈമർ അതിൽ കൊടുക്കാം. ഡാറ്റ പ്രൊവൈഡഡ് ബൈ എ കസ്റ്റമർ ഷാൾ ബി ക്ലിയർലി ഐഡന്റിഫൈഡ്. അത് ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈഡ്. In addition, a disclaimer shall be put on the report when the information is supplied by the customer and can affect the validity of the result. Where the laboratory has not been responsible for the sampling stage, example, the sample has been provided by the customer, it shall state in the report that the results applied to the sample as received. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ A to P നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ടെസ്റ്റിംഗ് ലാബുകാരും കാലിബ്രേഷൻ ലാബുകാരും ടെസ്റ്റിംഗ് നടത്തുന്നവരും റിപ്പോർട്ടിൽ വെക്കേണ്ട കാര്യങ്ങളാണ്. അതെന്തായാലും വേണം. ഇനി സ്പെസിഫിക് റിക്വയർമെന്റ് ഫോർ ടെസ്റ്റ് റിപ്പോർട്ട്, സ്പെസിഫിക് ആയിട്ടുള്ളത്, അതായത് ടെസ്റ്റ് റിപ്പോർട്ട് മറ്റേ ഇത് ഇൻ അഡീഷൻ ടു ദിസ്, ഇത് കൂടാതെ ടെസ്റ്റിംഗ് ലാബുകാർ കൊടുക്കേണ്ട മറ്റ് അഡീഷണലി കുറച്ച് ഇൻഫർമേഷനാണ് 7.8.3 7.8.3.1 In addition to the requirements listed in 7.8.2, test reports shall where necessary for the interpretation of the results includes the following. ഈ താഴെ പറയുന്ന കാര്യങ്ങൾ കൂടി അഡീഷണൽ ആയിട്ട് കൊടുക്കണം. A. Information on specific test conditions such as environment conditions. അവിടുത്തെ എൻവിറോൺമെന്റ്, റൂം ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ലക്സ്, വാട്ട് എവർ ഇറ്റ് ഇസ്, അത് എന്താണോ ഇതിനെ നമുക്ക് എഫക്ട് ചെയ്യാൻ പോകുന്നത്, ഈ റിസൾട്ടിനെ എഫക്ട് ചെയ്യാൻ. ചില സ്ഥലങ്ങളിലാണെങ്കിൽ അന്ന് അപ്പോഴത്തെ എയർ ഡെൻസിറ്റി, എയർ പ്രഷർ കൊടുക്കേണ്ടി വരും. ചില സ്ഥലത്ത് അവിടുത്തെ പ്ലേസിന്റെ ഗ്രാവിറ്റി കൊടുക്കേണ്ടി വരും. എന്തായാലും എന്തെങ്കിലും ഇൻഫർമേഷൻ അതിന് ആവശ്യമുണ്ടെങ്കിൽ ആ എൻവിറോൺമെന്റ് കണ്ടീഷനിലേക്ക് കൊടുക്കേണ്ടത് ആയിട്ട് റെലവെന്റ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് എന്തായാലും ആ റിപ്പോർട്ട് കൊടുക്കണം. ഒരു റൂം ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി എന്തായാലും എല്ലാ റിപ്പോർട്ടും സാധാരണ ഉണ്ടാവും. വേർ റെലവെന്റ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് കൺഫോമിറ്റി വിത്ത് റിക്വയർമെന്റ്സ് ഓർ സ്പെസിഫിക്കേഷൻസ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് കൺഫോമിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സാധനം ടെസ്റ്റ് ചെയ്തിട്ടോ കാലിബ്രേഷൻ ചെയ്തിട്ടോ അത് ഓക്കെ, പാസ്, ഫെയിൽ, വിത്തിൻ ലിമിറ്റ്, ഔട്ട് ഓഫ് ലിമിറ്റ്, ഇൻടോളറൻസ്, ഔട്ട് ടോളറൻസ് എന്നൊക്കെ പറയുന്ന ആ സ്റ്റേറ്റ്മെന്റിനാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് കൺഫോമിറ്റി എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക്കേഷൻ റിക്വയർമെന്റിന്, ഒരു സ്റ്റാൻഡേർഡിന്റെ റിക്വയർമെന്റോ അല്ലെങ്കിൽ ഒരു കസ്റ്റമറുടെ ഓൺ ടോളറൻസ് ആയിരിക്കും അത്. അപ്പൊ എന്തായാലും അതിനോട് ചേർന്ന് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് കൺഫോമിറ്റി. അത് കസ്റ്റമർ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളത് ഈ റിപ്പോർട്ടിൽ വേണം. Where applicable, the measurement uncertainty presented in the same unit as that of the measurand or in a term relative to the measurand, example percentage. അതായത് മെഷർമെന്റ് അൺസർട്ടൈനിറ്റി, ടെസ്റ്റിംഗ് ലാബ് ആണെങ്കിലും മെഷർമെന്റ് അൺസർട്ടൈനിറ്റി എസ്റ്റിമേറ്റ് ചെയ്യണം, എന്നിട്ട് അത് കൊടുക്കണം റിപ്പോർട്ടിൽ. പക്ഷേ കാലിബ്രേഷൻ ലാബിന്റെ പോലെ അത്ര സ്ട്രിഞ്ചന്റ് അല്ല, എന്നാൽ പോലും അത് കൊടുക്കണം. അത് എപ്പോൾ കൊടുക്കണം? It is relevant to the validity or application of the test result. ഈ ടെസ്റ്റ് റിസൾട്ടിന് അത് റെലവെന്റ് ആണെങ്കിൽ,
അത് നിങ്ങൾക്ക് അതിൻ്റെ ആ യൂണിറ്റിൻ്റെ ടേമിൽ തന്നെ കൊടുക്കാം. ഇത്ര മില്ലി വോൾട്ട് എന്ന് പ്ലസ് ഓർ മൈനസ് 0.1 മില്ലി വോൾട്ട് അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് 1 മൈക്രോൺ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് PPM പാർട്ട് പെർ മില്യനോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് റീഡിങ്, പെർസെൻറ്റേജ് ഓഫ് സ്പാൻ, പെർസെൻറ്റേജ് ഓഫ് അങ്ങനെ പറയില്ല, പ്രഷർ ഗേജ് ആണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഫുൾ സ്കെയിൽ, പെർസെൻറ്റേജ് ഓഫ് റീഡിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് 0.1 ബാർ 0.2 kg/cm², വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനെ നമ്മളത് കൊടുക്കണം. പിന്നെ അത് ടെസ്റ്റിംഗ് ലാബാണെങ്കിൽ ആ ടെസ്റ്റിംഗ് ലാബ് കൊടുക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. ടെസ്റ്റിംഗ് ലാബിന് ഈ റിസൾട്ട്, ഈ അൺസർട്ടനിറ്റി, ചിലപ്പോൾ അൺസർട്ടനിറ്റി വളരെ വളരെ നെഗ്ലിജിബിൾ ആണെങ്കിൽ അതത്ര റെലവൻ്റ് ആവില്ല ചില കേസിൽ. അതല്ല, ഈ റിസൾട്ടിൻ്റെ കൂടി ഈ അൺസർട്ടനിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടെസ്റ്റാണ് നടത്തുന്നതെങ്കിൽ അത് കൊടുക്കണം. പിന്നെ കസ്റ്റമേഴ്സ് ഇൻസ്ട്രക്ഷൻസ് ഓർ റിക്യൂർഡ്, കസ്റ്റമർ പറയുകയാണ് ഞങ്ങളുടെ ഇത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം റിസൾട്ടിൻ്റെ കൂടെ അൺസർട്ടനിറ്റിയും കൂടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് എഗ്രീ ചെയ്തിട്ടുണ്ട്. ആ SRF സ്റ്റേജിൽ, റിവ്യൂ ഓഫ് റിക്വസ്റ്റ് ടെൻഡേഴ്സ് ആൻഡ് കോൺട്രാക്ട് സ്റ്റേജിൽ നമ്മൾ എഗ്രി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് എന്തായാലും റിപ്പോർട്ട് കൊടുക്കണം. ദ മെഷർമെന്റ് അൺസർട്ടനിറ്റി എഫക്ട് കൺഫോമിറ്റി ടു എ സ്പെസിഫിക്കേഷൻ റിസൾട്ട്. ഒരു ഡിസിഷൻ റൂൾ വരുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതായത് ഈ അൺസർട്ടനിറ്റി പറഞ്ഞാൽ അതൊരു പ്രൊബാബിലിറ്റിയാണ്, പ്ലസ് ഓർ മൈനസ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന റിസൾട്ടിൽ, നമ്മൾ കൊടുക്കുന്ന ആ എററിൽ ഈ അൺസർട്ടനിറ്റി കൂട്ടിയാലും കുറച്ചാലും അത് സ്പെസിഫിക്കേഷൻ്റെ ഉള്ളിൽ വന്ന ടോളറൻസിൻ്റെ -2 എൻഡ് ഉണ്ടല്ലോ, ആ ടോളറൻസിന് ഉള്ളിൽ വന്നാൽ മാത്രമേ നമുക്ക് അതിന് ഓക്കെ എന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഈ എറർ ഓക്കെ ആയിരിക്കും, എറർ ഈസ് വിത്തിൻ ദ ടോളറൻസ് ലിമിറ്റ്. പക്ഷേ എററിൻ്റെ കൂടെ അൺസർട്ടനിറ്റി കൂട്ടുമ്പോൾ അത് ഔട്ടായി പോകും എന്ന് പറഞ്ഞാൽ ഉറപ്പൊന്നും പറയാനും പറ്റില്ല. കാരണം പ്രൊബാബിലിറ്റിയാണ്. ഈ അൺസർട്ടനിറ്റി പറഞ്ഞാൽ ഒരു നോർമൽ കർവിലുള്ളത്, അത് ഉറപ്പൊന്നും പറയാനും പറ്റില്ല. പക്ഷേ ദർ ഇസ് എ ചാൻസ്. അപ്പോൾ റിസ്ക് ലെവൽ അനുസരിച്ചിട്ട് വേണം അതിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ. അപ്പോൾ അത്തരം അവസ്ഥയിലും ഈ അൺസർട്ടനിറ്റി എന്തായാലും കാൽക്കുലേറ്റ് ചെയ്തേ പറ്റുള്ളൂ. D, വേർ അപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഇപ്പോൾ നമ്മൾ അൺസർട്ടനിറ്റി കൊടുക്കണം എന്ന് പറഞ്ഞു, എൻവിറോൺമെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു ടെസ്റ്റ് റിപ്പോർട്ടുകളിൽ. അപ്പോൾ ഇനി ഒന്ന് വേർ അപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ ഇന്റർപ്രിട്ടേഷൻ. ഒപ്പീനിയൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലാബിലുള്ളവർ കുറച്ച് എക്സ്പെർട്ട് ആയിരിക്കും ആ ഒരു കാര്യത്തിൽ. അപ്പോൾ അവരുടെ ഒപ്പീനിയൻ ചോദിക്കും. അവരുടെ ഒപ്പീനിയൻ പറഞ്ഞാൽ അഭിപ്രായങ്ങളും വ്യാഖ്യാനങ്ങളും എന്നല്ലേ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം. ഒപ്പീനിയൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അങ്ങനെ വല്ല കേസ് ഉണ്ടെങ്കിൽ അപ്പോൾ അതും നമ്മൾ ആ റിപ്പോർട്ട് കൊടുക്കണം. കാരണം അതും കൂടി നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടായിരിക്കും കസ്റ്റമർ എടുത്തുന്നത്, അതുകൊണ്ട് കൊട്ടേഷൻ കൊടുത്തതും പൈസ വാങ്ങിച്ചതെല്ലാം. അപ്പോൾ അതും കൊടുക്കണം. കൺഫോമിറ്റി സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം, അൺസർട്ടനിറ്റി കൊടുക്കണം, ഒപ്പീനിയൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കണം. വേണമെങ്കിൽ കൊടുത്താൽ മതി. കസ്റ്റമർ ഇത് അങ്ങനെ വേണമെന്ന് പറഞ്ഞാലാണ് ഇത് ചെയ്യേണ്ടത്. ഈ അഡീഷണൽ ഇൻഫർമേഷൻ ദാറ്റ് മേ ബി റിക്വയർഡ് ബൈ സ്പെസിഫിക് മെത്തേഡ്, അതോറിറ്റീസ്, കസ്റ്റമേഴ്സ് ഓർ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. വേറെ എന്തെങ്കിലും അഡീഷണൽ റിക്വയർമെന്റ്സ് ഈ ടെസ്റ്റിന് ശേഷം കൊടുക്കണം എന്നുണ്ടെങ്കിൽ കസ്റ്റമർ അത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അതിലെന്തായാലും കൊടുക്കണം. 7.8.3.2 where the laboratory is responsible for the sampling activity, test reports shall meet the requirements listed in 7.8.5 where necessary for the interpretation of test results. പിന്നെ സാമ്പിളിംഗ് ആക്ടിവിറ്റി, ഇപ്പോൾ ടെസ്റ്റിംഗ് ലാബുകാർ തന്നെയാണ് സാമ്പിളിംഗ് നടത്തുന്നതെങ്കിൽ അവർ തന്നെയാണ് കിണറിൽ പോയിട്ട് വെള്ളം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ടാപ്പിൽ നിന്ന് വെള്ളം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു പാഡി ഫീൽഡിൽ നിന്ന് മണ്ണ് കൊടുക്കുന്നത്, മണ്ണ് ചികിത്സ ടെസ്റ്റിങ്ങിനെങ്കിൽ, അപ്പോൾ നമ്മൾ 7.8.5 പറയുന്ന സാമ്പിളിംഗ് ലാബുകാർ ഫോളോ ചെയ്യേണ്ട കാര്യം അവർ ഫോളോ ചെയ്യണം. അപ്പോൾ അതും കൂടി ആ റിപ്പോർട്ടിൽ കൊടുക്കണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇനി സ്പെസിഫിക് റിക്വയർമെൻ്റ് ഒരു കാലിബ്രേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ഷെയർ ചെയ്യുക, അത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.